ന്യൂസ് വൺ മോർണിംഗ് തുടരുന്നു. ലിസി മുരളീധരനാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. പ്രശസ്ത നർത്തകി എന്നതിനേക്കാളുപരി നൃത്തത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെയാണ് ലിസി ശ്രദ്ധേയമാകുന്നത്. ലിസിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. സ്വാഗതം ലിസി ന്യൂസ് വൺ മോർണിംഗിലേക്ക്. ആദ്യം തന്നെ നമുക്ക് ദേവദശകത്തു നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏറ്റവും പുതിയ പ്രോജക്റ്റ് ദേവദശകമാണ്. അതിനെക്കുറിച്ച് തന്നെ ആദ്യം ആവാം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രചാരം നേടിയ ഒരു പ്രാർത്ഥനാ ഗീതമാണ് ദേവദശകം. വളരെ വ്യത്യസ്തമായിട്ട് അതിനെ സമകാലിക സംഭവങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നൃത്തത്തിലേക്ക് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് 10 ശ്ലോകങ്ങളാണുള്ളതെങ്കിലും അതിനെ 1.5 മണിക്കൂർ വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ 10 ശ്ലോകങ്ങളും ഒന്നിച്ച് ഒരേ പ്ലോട്ടിലാക്കുകയാണ് ചെയ്യുന്നത്? അല്ല, ഓരോ ശ്ലോകത്തിൻ്റെ ഇടയിലും സമകാലിക സംഭവങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ രീതികൾ അത് എല്ലാ ശ്ലോകത്തിൻ്റെ ഇടയിലും ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് 1.5 മണിക്കൂർ. അതുമാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതലുള്ള വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ തുടക്കം ചെയ്തിരിക്കുന്നത്. സമകാലിക വിഷയങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണോ? അതെ. അതോ സ്ത്രീകളുടെ നേരത്തെ സ്ത്രീപർവ്വത്തിലൊക്കെ ചെയ്തതുപോലുള്ള ഒരു പുരാണത്തിന് ബേസ് ചെയ്തിട്ടായിരുന്നു? പക്ഷേ എങ്കിലും ഇത് വരും തലമുറക്ക് നല്ലൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇത് നമുക്ക് വേണ്ട എന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള അറിവ്. ഒന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കൊലപാതകം, സ്ത്രീ പീഡനങ്ങൾ, മദ്യലഹരി, മതവ്യവസ്ഥ, ഇതൊന്നും നമുക്ക് ഇപ്പോൾ വേണ്ട. ഉണ്ടായാൽ അതിനുള്ള ഭവിഷ്യത്ത് എന്തൊക്കെയാണ് അതാണ് വ്യക്തമായിട്ട് അതിലുള്ളത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എൻഡോസൾഫാൻ്റെ ഇത് അതുവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇതിൻ്റെ രചന നടത്തി. സമകാലിക സംഭവങ്ങൾ ഈ കലാരൂപവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുമ്പോൾ ആസ്വാദകരിൽ ലഭിക്കുന്ന റെസ്പോൺസ് എങ്ങനെയാണ്? നല്ല റെസ്പോൺസാണ്. എനിക്ക് ഓരോ വർക്കും ചെയ്യുമ്പോൾ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ആവേശം തരുന്നത് ജനങ്ങളാണ്. ഒരു കലാകാരിയെ വളർത്തേണ്ടത് സമൂഹമാണ്. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ കലയിൽ ഉയർച്ച ഉണ്ടാവില്ല. അവർക്ക് എന്താണോ ആവശ്യം, ഈ തലമുറയ്ക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്താണോ ആവശ്യം, അത് നമ്മൾ മനസ്സിലാക്കി കലയിലൂടെ ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്തേണ്ട അത്യാവശ്യമാണ് ഈ കാലഘട്ടമായത്. അത് നൃത്തത്തിലൂടെയാണ് കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു നർത്തകി എന്ന നിലയിൽ നൃത്തത്തിനെ അങ്ങനെ കൊണ്ടുവരാന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. നല്ല റെസ്പോൺസാണ്. സാഹിത്യകാരന്മാരായാലും പലരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുകൊണ്ടാണ് വീണ്ടും അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം വരുന്നത്. നൃത്തത്തിന്റെ ഒരു പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതെ ലിസി തെരഞ്ഞെടുക്കുന്നത് കവിതകളും സാഹിത്യവും ഒക്കെയാണ്. കടത്തനാട്ട് മാധവിയമ്മയുടെ കവിതകൾ മുതൽ ഇങ്ങോട്ട് നോവലായ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. മറ്റത് ചൊൽക്കവിതകളാണ്, നേരെ മറിച്ച് മറ്റ് സാഹിത്യകൃതികൾ കൂടെ, മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നൃത്തത്തിലൂടെ ആവിഷ്കരിക്കുക. എന്തായിരുന്നു അതിനുള്ളൊരു പ്രചോദനം? കൃതികൾ ധാരാളം ഞാൻ ചെയ്തല്ലോ, അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്, അവർ ആസ്വദിക്കുന്നുണ്ട്. ഓരോ സ്റ്റേജിലും പെർഫോം ചെയ്യുമ്പോൾ കൂടുതൽ വേദികൾ എനിക്ക് കിട്ടുകയാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ മറ്റൊരു വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന നോവൽ നൃത്തത്തിലേക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് 1.5 മണിക്കൂർ പ്രൊജക്റ്റായിരുന്നു. 16ഓളം കവിതകൾ ആഡ് ചെയ്തിട്ട് ഡ്രമാറ്റിക് സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഏതൊരാൾക്കും കാഴ്ചക്കാർക്ക് നൃത്തം എന്നല്ല, ഒരു കഥയിലൂടെ ജീവിച്ച് പോകുന്ന ആ കഥാപാത്രങ്ങളും മൊത്തം നമുക്ക് ശരിക്കും നൃത്തത്തിലൂടെ ആസ്വദിക്കാൻ കഴിയും. ശാസ്ത്രീയ നൃത്തമാകുമ്പോൾ നമുക്ക് ഒതുങ്ങിയിട്ട് ദേവന്മാരുടെയും ദേവിമാരുടെയൊക്കെ അവതരണങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിങ്ങനെ നൃത്തശില്പം ചെയ്യുന്നത്. കാരണം നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും ജനങ്ങളിലേക്ക്. നമ്മുടെ നൃത്തങ്ങളൊക്കെ ഹിന്ദു ഡിവോഷണൽ സൈഡിലാണ് കൂടുതലും വരുന്നത്. അതെ, അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ടായി ലിസി? ക്രിസ്തു വിജ്ഞാനീയത്തിലൂടെ തന്നെ ആദ്യമായിട്ട് ബൈബിൾ കഥകളൊക്കെ ആവിഷ്കരിച്ചു ഭരതനാട്യത്തിൽ. അത് 1 മണിക്കൂർ പ്രൊജക്റ്റായിട്ട് ചെയ്തതായിരുന്നു. ക്രിസ്തുവിൻ്റെ ചരിത്രം എങ്ങനെയാണോ, കൃഷ്ണൻ എങ്ങനെയാണോ, അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും ഓരോ ആളുകളിലും, ഇപ്പം മനുഷ്യരായി ജനിച്ച ആളുകളാണ് എല്ലാവരും. നബി ആയാലും യേശു ക്രിസ്തു എല്ലാവരും അവർ സമൂഹത്തിന് എന്തൊക്കെ ചെയ്തു, അവർ ജനങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു സന്ദേശമുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിൻ്റെ കഥകൾ ചെയ്തത്. ഒരുപാട് ഭയം ഉണ്ടായിരുന്നു. പക്ഷേ പുരോഹിതന്മാർക്കും പലരും ഇത് കാണുകയും നല്ല അഭിപ്രായങ്ങൾ തരികയും എന്നെ ആദരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ചെയ്യുന്ന കലകൾക്ക് ആസ്വദിക്കാൻ ആളുകളുണ്ടല്ലോ, അതിനെ ആസ്വാദകരുണ്ട് എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുകയുണ്ടായി.
ഈ പാരമ്പര്യമായ ചട്ടക്കൂടിൽ നിന്ന് മാറി ഈ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്തണം എന്ന് തോന്നലുണ്ടായപ്പോഴാണ്? 2002 ഞാൻ ആദ്യമായി ഒരു കവിത നൃത്തത്തിലേക്ക് ചെയ്യുന്നത്. ആദ്യമേ എനിക്ക് കവിതയോട് നല്ല താല്പര്യമായിരുന്നു. ഞാനൊരു കലാകുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പം മുതൽ, എൻ്റെ കുട്ടിക്കാലം മുതലേ പാട്ടും ഡാൻസുമായിട്ടാണ് ഞാൻ വളർന്നത്. ചേട്ടനും ചേച്ചിയൊക്കെ നന്നായി പാടും. ചേട്ടൻ്റെ ഗാനമേള ട്രൂപ്പ് എൻ്റെ ചെറുപ്പകാലത്തിലെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ അതിലെനിക്ക് ഡാൻസിനോട് അച്ഛൻ്റെ ഡാൻസിനോട് നല്ല താല്പര്യം. അപ്പോൾ അച്ഛൻ്റെ ഡാൻസ് ഓരോ കാര്യങ്ങളും വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഞാൻ അതിനായിട്ട് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം, വലിയ നർത്തകിയാവണം എന്നുള്ള മോഹത്തോടു കൂടിയല്ല, എങ്ങനെയെങ്കിലും അറിയണം, അതെങ്ങനെയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ വളർന്നു വരുന്നതിന് ഞാൻ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും ശാസ്ത്രീയ നൃത്തത്തിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവുന്നത്. ചെറുപ്പം മുതൽ പഠിച്ചു പോകാമെന്നല്ലാണ്ട് എന്തൊക്കെയാണ് അതിലുള്ള ആത്മീയത. ഇപ്പോൾ ചെയ്യുന്നത് ഭൗതികതയും കൂടിയാണ്. അതിൽ നൃത്തം ക്ലാസിക്കലാകുമ്പോൾ ആത്മീയതയിലാണ് നമ്മൾ കൂടുതൽ ഒതുങ്ങി പോകുന്നത്. ദേവീദേവന്മാർ ചെയ്യായികയില്ല, ഞാൻ ക്ലാസ്സിലെടുക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ ക്ലാസിക്കൽ വ്യക്തമായിട്ട് 4 വർഷത്തെ കോഴ്സ് 8 വർഷത്തെ കോഴ്സായിട്ട് തന്നെ ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയും അതുപോലെ ജനങ്ങൾക്ക് നല്ലൊരു അവതരണക്രമമായിട്ട് മാറ്റാം. എല്ലാവർക്കും പേടിയുണ്ട്, ഉള്ളിൽ പേടിയുണ്ട്. ഇതിന് വിമർശനങ്ങൾ ഉണ്ടാവോ, എന്താണ് ഇത് ചെയ്താലുള്ള മുന്നോട്ട് പോകാൻ പറ്റാനുള്ള വിഷമങ്ങൾ. അപ്പോൾ വളരെ ഇതോടുകൂടി സാഹിത്യകാരന്മാരുടെയൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളുടെയും ഒരുപാട് ആളുകളുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം ഇതിൻ്റെ ശീലങ്ങൾ, അതായത് നൃത്തത്തിന് കൃത്യമായൊരു പാറ്റേൺ ഉണ്ട്. വളരെ, അതായത് പുരാണ കാലം മുതൽ തന്നെ നമ്മൾ അതിനൊരു കൃത്യമായൊരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. ഒരു നടി കൂടിയാവും നർത്തകി. അപ്പോൾ ആ സമയത്തൊരു വലിയ വെല്ലുവിളി ഉണ്ടാവും. കാരണം അതിനെ എങ്ങനെ ആവിഷ്കരിച്ച് ഫലപ്രദമാക്കാം. നമുക്ക് വെറുതെ ആവിഷ്കരിച്ചാൽ പോരല്ലോ, അതിനെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ആ ഒരു കവിതയാണെങ്കിലും അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അതിനെ നാടകീയതയിലേക്ക് എങ്ങനെ കൊണ്ടുവരണം, ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കതിൻ്റെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നാടകീയത പ്രധാനമാണ്. അത് മനസ്സിലാക്കി ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് അപ്പോൾ അതിലൂടെ ഇതുവരെ ചെയ്ത വർക്കുകളെല്ലാം പലരും ആസ്വദിച്ചു. ദേവദശകത്തില് സംഗീതവും ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ? ദേവദശകത്തിൽ അത് പ്രപഞ്ചത്തിലായിരുന്നു. അതോ ഇതുപോലെ പഞ്ചഭൂതങ്ങളെ നൃത്തത്തിലേക്ക് ചെയ്തു. അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചിട്ട് ചെയ്ത നല്ലൊരു വർക്കായിരുന്നു. എൻ്റെ സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ കൊട്ടാരക്കര ശിവകുമാരൻ സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. 2-3 സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ചെറുപ്പം മുതലേ ഒരു പാട്ട് കേട്ടാൽ അത് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഇതെങ്ങനെയാണെന്നുള്ള ഒരു അപ്പേ ഉണ്ട്, ചെറുപ്പത്തിലേ ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ വരണം, ആ മ്യൂസിക് എങ്ങനെ ചേർക്കണം എന്നുള്ള എനിക്ക് കിട്ടിയത്. കുട്ടിക്കാലം മുതൽ, അതായത് അച്ഛനിൽ നിന്ന് തന്നെയാണ് നൃത്തത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് പോയപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ ആളുകൾ, ഇപ്പൊ NS ജയലക്ഷ്മിയെ പോലുള്ള ആളുകളുടെ ശിഷ്യ, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. തീർച്ചയായും. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ശാന്ത ധനഞ്ജയനും പഠിപ്പിച്ചിട്ടുണ്ട്. അതെ. അവിടെ നമ്മൾ മലയാള കലാഗ്രാമത്തിലെ സീനിയർ ബാച്ചിലായിരുന്നു ഞാൻ. ഉണ്ടായിരുന്നു. എല്ലാ അധ്യാപകരും ഓരോരോ പേരിലെടുത്ത് പറയാൻ പറ്റില്ല, അത്രയും അധ്യാപകർ അവിടെ വന്ന് ക്ലാസ് എടുക്കുകയും ഓരോ അധ്യാപകരുടെ ഓരോ അനുഭവങ്ങൾ, ഓരോ വ്യത്യസ്തമായിട്ടുള്ള നൃത്തശില്പങ്ങൾ കാണുകയും, അതുപോലെ ഞാൻ മോഹിനിയാട്ടം ചെയ്യാൻ വേണ്ടി കേരള കലാമണ്ഡലത്തിൽ പോവുകയും അവിടെ നിന്നും പ്രശസ്തരായ നർത്തകികളെ നൃത്തം കാണുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ ശരിക്കും നൃത്തത്തെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും പിന്നീട് നൃത്തശില്പങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ അവരുടെയൊക്കെ അതെപ്പോഴും മനസ്സിലുണ്ടാവും, എങ്ങനെ ചെയ്യാം. പലരും നൃത്തത്തിനെ അങ്ങനെ മാറ്റിയത് ഞാൻ കണ്ടിരുന്നു. മോഹിനിയാട്ടം കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ, ഉജ്ജയിനി. ശരിക്കും പറയുകയാണെങ്കിൽ ശാന്താധനഞ്ജൻ തന്നെ ഒരു കാലത്ത് അവരുടെ തന്നെ വേറൊരു സ്റ്റൈലായിരുന്നു. അതായത് നാട്യക്ഷേത്ര, കലാമണ്ഡലം, കലാക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്ത ശൈലി കേരളത്തിൽ ഒരു പക്ഷെ പരിചയപ്പെടുത്തിയതിൽ അവർക്കൊക്കെ വലിയ സ്ഥാനം തന്നെയുണ്ട്. നല്ല പങ്ക്. അവരുടെ ശിഷ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം കുറച്ച് പരീക്ഷണങ്ങൾ നടത്താൻ മുതിർന്നിട്ടുണ്ടോ? വ്യത്യസ്തത ആഗ്രഹിക്കുന്നുണ്ട് ചെറുപ്പം മുതലേ. ശൈലി മാറ്റത്തിൽ വലിയൊരു ഇല്ല. ഇത് പഠിച്ചത് കൊണ്ട് എനിക്ക് അതിൻ്റെ മുദ്രകൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കാണിക്കുന്ന മുദ്രകളെല്ലാം മലയാള ഭാഷ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ശ്രേഷ്ഠ ഭാഷാ പദവി നമുക്ക് കിട്ടിയെങ്കിലും നമ്മളൊന്നും മലയാളം യൂസ് ചെയ്യുന്നില്ല.
ഇപ്പോൾ മോഹിനിയാട്ടം പോലെ സംസ്കൃതത്തിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ശരിക്കും മലയാളം നമുക്ക് അതിലൊക്കെ യൂസ് ചെയ്യാം. അതിന് ധൈര്യപ്പെടുന്നില്ല. ഒരു എന്താ പറയുക, ഇവിടെ മാത്രം ഒതുങ്ങിപ്പോവുക, അന്ന് സംസ്കൃതം പണ്ഡിതന്മാരുടേതാണ് എന്നുള്ള അതൊക്കെ മാറി ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് മലയാള ഭാഷയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള. അപ്പോൾ കൂടുതൽ സാധാരണക്കാരിലേക്ക് മലയാളത്തെ ആകർഷിക്കുമല്ലോ. മറ്റേ സംസ്കൃതം, തെലുങ്ക്, തമിഴ് പദങ്ങൾ അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ കലകൾ ശരിക്കും വളരാത്തതെന്നാണ് എൻ്റെ അഭിപ്രായം. പുതുതലമുറയിൽ കുട്ടികൾ എങ്ങനെയാ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലേക്ക് കടന്നു വരാനൊക്കെ? തീർച്ചയായും ഞാൻ 5 വർഷം പഠിപ്പിച്ച കുട്ടികൾ ശിവൻ്റെയും കൃഷ്ണൻ്റെയും എല്ലാ ഐറ്റങ്ങളും പഠിച്ച കുട്ടികളാണ്. പക്ഷേ ദൈവദശകം എന്നുള്ള ഈ ഒരു പ്രാർത്ഥനാ ഗീതം ഞാൻ മലയാളത്തിലാണല്ലോ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ, ഇവിടെ ഞങ്ങളെ കാത്തുകൊള്ളണേ, അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ കാക്കണേ. അത് സാധാരണ മലയാളത്തിലാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ പെട്ടെന്ന് എത്തിച്ചേരുന്നുണ്ട്. ആ ഒരു ഞാൻ ചെയ്യിക്കുമ്പം കുട്ടികളോട് ചോദിക്കാറുണ്ട്, എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് സാധാരണ ആ മുൻപ് പഠിച്ചതിലും എന്താണ് വ്യത്യസ്ത? അതാ ഒരു ശൈലി. ഇത് വളരെ പെട്ടെന്ന് ഞങ്ങളെ ആകർഷിക്കുന്നുണ്ടെന്ന് കുട്ടികളിൽ നിന്നുള്ള അഭിപ്രായം. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇതാണ്. ഇതിന് ആഖ്യാനം ചെയ്തിരിക്കുന്നത് ശിവഗിരിയിലെ സെക്രട്ടറി ആയിട്ടുള്ള സച്ചിദാനന്ദ സ്വാമികളാണ്. ഞാൻ പലരുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഒരു പൂർണ്ണതയിൽ എത്താത്തതുപോലെ ഒരുപാട് പേരെ ഇങ്ങനെ നമ്മൾ സമീപിക്കുകയാണ് ഈ ഒരു വർക്കുമായിട്ട്. ശാസ്ത്രീയ നൃത്തമാകുമ്പോൾ നമ്മൾ പഠിച്ച ആ രീതി തന്നെ പഠിപ്പിച്ച് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു വികസനം ഉണ്ടാവുന്നില്ല, ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പലരുമായിട്ട് സമീപിച്ചു, സാഹിത്യകാരന്മാരെ കണ്ടു, അതെങ്ങനെ ചെയ്യാൻ പറ്റും. ഇതൊരു 10 ശ്ലോകമല്ലേ ഉള്ളൂ, ഇത് നമുക്ക് 1.5 മണിക്കൂർ ആക്കണം. അതിലെന്തൊക്കെയാണ് ഉള്ളത്, അതിൻ്റെ വ്യക്തമായിട്ട് ഉള്ളിലുള്ള അതിൻ്റെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള തീവ്രമായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള എനിക്ക് ആ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ അവസാനം എത്തിച്ചേർന്നത് സച്ചിദാനന്ദ സ്വാമികളുടെ അടുത്താണ്. അദ്ദേഹം അത് ആഖ്യാനം ചെയ്ത്, അദ്ദേഹത്തിന് അത് സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ തന്നെ വളരെയേറെ ഇഷ്ടപ്പെട്ടു. ആഖ്യാനം ചെയ്ത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നല്ലൊരു വർക്കായി മാറും, പിന്നെ അതിനുള്ള കുറേ കാര്യങ്ങൾ അതിൽ ശ്ലോകങ്ങളൊക്കെ ചേർത്താനുള്ള അതൊക്കെ അത് തന്നപ്പോഴാണ് എനിക്കതൊരു പൂർണ്ണതയിലെത്തി എന്നുള്ളൊരു വിശ്വാസം വരുന്നത്. ചെയ്യുന്ന ഓരോ വർക്കും പലരുമായിട്ട് ഡിസ്കഷൻ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളതായ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും, അതായത് സ്ത്രീപർവമായാലും പ്രപഞ്ചമായാലും ഒക്കെ ഒരു വൻ വിജയമായതുപോലെ തന്നെ ദൈവദശകവും വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി ന്യൂസ് 1 മോർണിംഗിൽ ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്.